നമസ്തേ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് മൗനയോഗി ഹരിനാരായണ സ്വാമിയാണ്. കൂടാതെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നവാമുകുന്ദന്റെ സന്നിധിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്ന മഹാമാഘ യജ്ഞ യജമാനം കൂടിയാണ് മൗനയോഗി ഹരിനാരായണ സ്വാമി. സ്വാമി, കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിച്ചറിയാനുണ്ട് അങ്ങയോട്. ചരിത്ര വസ്തുതകളിലല്ലാത്ത കെട്ടുകഥകൾ സെമറ്റിക് മതങ്ങൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം ഇപ്പോൾ സനാതന ധർമ്മ വിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയർമാൻ പെരുമാൾ മതം മാറിപ്പോയെന്നൊരു കഥയും. എന്താണ് ഇതിനൊക്കെ അർത്ഥം സ്വാമി? എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക്? അല്ല, അത്തരത്തില് ചരിത്രത്തെ വക്രീകരിക്കുന്നതിന് എതിരെ യഥാർത്ഥത്തിലൊരു ബോധവൽക്കരണമാണ് നടക്കേണ്ടിയിരിക്കുന്നത്. അതിന് സന്യാസി സമൂഹവും ധർമാചാര്യന്മാരും അതുപോലെ തന്നെ നമ്മുടെ സാമുദായിക സംഘടനകളും മതാധ്യക്ഷന്മാരും ഒക്കെ മുന്നിട്ടിറങ്ങേണ്ടതാണ്. കാരണം പല സന്ദർഭങ്ങളിലും പല ചരിത്രങ്ങളും അതല്ല എന്നുള്ള രീതിയിൽ വക്രീകരിക്കപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും അടുത്തൊരു ഉദാഹരണം ചേരമാൻ പെരുമാൾ മക്കത്ത് പോയി മറ്റൊരു ധർമ്മം സ്വീകരിച്ചു എന്നുള്ള രീതിയിലൊരു കഥ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല. കാരണം എന്താ വെച്ചെങ്കിൽ ചേരമാൻ പെരുമാളുടെ രാജക്ഷേത്രമായിട്ടുള്ള തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ ഇപ്പോഴും അദ്ദേഹം ഉടലോടുകൂടി സ്വർഗത്തിൽ പോയി എന്ന് വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട ആചരണങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റും പതിറ്റാണ്ടുകളായിട്ട് ആചരിക്കപ്പെടുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കഥകളൊക്കെ നമ്മുടെ ചരിത്രത്തെ വികലമാക്കിക്കൊണ്ട് ഇവിടുത്തെ സനാതന ധർമ്മികളുടെ ആത്മവിശ്വാസം കെടുത്തുന്നതിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതിനൊക്കെ യഥാർത്ഥ ബോധത്തോടു കൂടിയിട്ട് പഠനങ്ങൾ നടക്കേണ്ടതും അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്ത് വരേണ്ടതും ആണ് യഥാർത്ഥത്തിൽ. കാരണം നമുക്കറിയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥയുടെ പേരിലാണ് ചേരമാൻ മസ്ജിദ് പോലും നിലനിൽക്കുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് ആധികാരികമായിട്ടുള്ള ഒറ്റ രേഖകളിൽ പോലും ചേരമാൻ മസ്ജിദ് എന്നൊരു പേര് ഇല്ല. ആ മസ്ജിദിനെ പറയപ്പെടുന്നത് കിഴക്കേ ജുമാ മസ്ജിദ് എന്നാണ്. അപ്പോൾ അത് ബോധപൂർവം ആ ചേരമാൻ എന്നുള്ള പേര് ചേർത്തത് എന്തിനു വേണ്ടിയിട്ടാച്ചെങ്കിൽ കേരളം ഭരിച്ചിരുന്ന ഈ രാജവംശത്തിൻ്റെ ആ ബ്രാൻഡ് നെയിം അവർ ഉപയോഗിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഇവിടെ വികലമാക്കപ്പെട്ട ഒട്ടേറെ ചരിത്ര വസ്തുതകളുണ്ട്. അങ്ങയുടെ നേതൃത്വത്തിൽ മഹാമാഘത്തിലേക്ക് ചെയർമാൻ പെരുമാളിന്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ട് ദീപശിഖേന്ത്യ ഒരു രഥയാത്ര ഉണ്ടായി. എന്തായിരുന്നു ആ യാത്ര ഹൈന്ദവ സമൂഹത്തോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്? അല്ല, അതായത് മഹാമാഘവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ധർമ്മജ്യോതി രഥയാത്ര നയിക്കേണ്ടായത്. കാരണം ഈ മഹാമാഘം 271 വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവെക്കപ്പെട്ടതായിരുന്നു. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മഹാമാഘം നടന്നിരുന്നത് കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളുടെ രക്ഷാകർതൃത്വത്തിലായിരുന്നു. 12 വർഷം കൂടുമ്പോൾ ഓരോ പുതിയ പെരുമാളെ തിരഞ്ഞെടുത്തിരുന്നത് ഈ മഹാമാഘത്തിൽ വെച്ചിട്ടായിരുന്നു. ആ ചേരമാൻ പെരുമാളുടെ രാജ്യക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് ആ സ്മരണകൾ വീണ്ടും സ്മൃതിപഥത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ചേരമാൻ പെരുമാളുടെ ഛായാചിത്രവും ധർമ്മജ്യോതിയും വഹിച്ചുകൊണ്ട് മഹാമാഘവേദിയിലേക്ക് നമ്മളൊരു രഥയാത്ര നടത്തിയത്. കാരണം മഹാമാഘം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം തന്നെയായിരുന്നു. അങ്ങ് പറഞ്ഞല്ലോ 12 വർഷത്തിൽ നടക്കുന്ന നേതൃമാറ്റമാണ് അടിസ്ഥാനമെന്ന്. അത്തരത്തിലൊരു നേതൃമാറ്റം കേരളത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലൊരു നേതൃമാറ്റം അനിവാര്യമാണോ ഈ ഒരു സാഹചര്യത്തിൽ? അല്ല, നേതൃമാറ്റം എന്നുള്ളത് ധാർമ്മികമായ അടിത്തറയിൽ ഊന്നിയ ഒരു ഭരണ സംവിധാനം വരിക എന്നുള്ളത് ഏതൊരാളും ആഗ്രഹിക്കുന്നതാണെന്ന്. ധർമ്മം നിലനിർത്തുക എന്നുള്ളതാണ് സന്യാസി സമൂഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. സന്യാസി സമൂഹവും നമ്മുടെ ഗുരുപരമ്പരകളൊക്കെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് മുന്നിൽ കണ്ടിട്ടായിരിക്കില്ല എന്ന്. ഒരുപക്ഷെ അതിന് ഒരുപാട് കാലത്തെ ഒരു പ്രയത്നം ആവശ്യമായിരിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് സമൂഹത്തിലുണ്ടാകുന്നതെന്ന്. പക്ഷേ ധർമ്മത്തിലേക്കുള്ള ഒരു വഴി തിരിച്ചുവിടലാണ് യഥാർത്ഥത്തിൽ മഹാമാഘം പുനഃസ്ഥാപിക്കുന്നത് കൊണ്ട് ആധ്യാത്മിക ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത്. മഹാമാഘ യജ്ഞ യജമാനൻ എന്ന നിലയിൽ ഇത്രയും ജനപങ്കാളിത്തം പ്രതീക്ഷിച്ചിരുന്നോ സത്യത്തിൽ മഹാമാഘത്തിൽ? അല്ല, ഇത് യഥാർത്ഥത്തിൽ ഗുരുപരമ്പരകളുടെ ഒരു സങ്കല്പമാണെന്ന്. നമ്മളൊക്കെ അതിന് നിമിത്തം ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. കാരണം യഥാർത്ഥത്തിൽ സംഘാടക സമിതി തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ സങ്കല്പിച്ചിരുന്നത് ഒരു 1000 ആള് അല്ലെങ്കിൽ 10,000 ആള് വരെ എത്തുമെന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് കുത്തിയൊഴുകിയതെന്ന്.
അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പിതൃയാനത്തിലാണെങ്കിലും ദേവയാനത്തിലാണെങ്കിലും ഋഷിയാനത്തിലുമൊക്കെ ആയിട്ട് എല്ലാ തരത്തിലും കേരളത്തിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന ദേവീ ദേവന്മാരെ കുലദേവതമാരെ നമ്മൾ പൂജ ചെയ്ത് ഉണർത്തുകയുണ്ടായിരുന്നു. കാലങ്ങളായിട്ട് അവർക്ക് വിളക്കും അന്നവും കിട്ടാതിരുന്ന ആ ദേവതമാർക്ക് നമ്മൾ പ്രായശ്ചിത്തം എന്നുള്ള രീതിയിൽ ഇതൊക്കെ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ആ ദേവതമാർ മുഴുവൻ അവരുടെ കുലപരമ്പരകളെ മുഴുവൻ ഇളക്കി വിട്ട് അവിടേക്ക് എത്തിച്ച് ഈ അമൃതസ്നാനത്തിൽ പങ്കെടുപ്പിച്ചതാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആത്മീയമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിൽ സന്യാസി പരമ്പരകളാണോ മഹാമാഘത്തിന് നേതൃത്വം നൽകിയത്? സന്യാസി പരമ്പരകൾ മാത്രമല്ല, എല്ലാ പരമ്പരയിൽപ്പെട്ട ആളുകളും ഇതിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിട്ട് ഇതിൻ്റെ ഭാഗവാക്കായിട്ടുണ്ട്. പിന്നെന്താ വെച്ചെങ്കിൽ അത് വളരെ ഒരു ഷോർട്ട് സ്പാനിൽ നമ്മൾ സംഘടിപ്പിച്ചത് കൊണ്ട് പലർക്കും മറ്റു പല ഷെഡ്യൂളുകളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് പോലും എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്, ഭാഗമായിട്ടുണ്ട്. അവരുടെ അനുഗ്രഹാശിസുകൾ എല്ലാവരുടെയും ഇതിനുണ്ടായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഹൈന്ദവ മുന്നേറ്റമാണ്. മഹാമാഘത്തിന് തുടക്കത്തിൽ തന്നെ ഇടത് സർക്കാർ തടയിടാൻ നോക്കിയിരുന്നു. അത്തരം തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ടാണോ മഹാമാഘം നടന്നത്? അല്ല, ഇതിൽ ഏതെങ്കിലും സർക്കാർ എതിര് നിന്നോ ആരെങ്കിലും അനുകൂലിച്ച് നിന്നോ എന്നൊന്നും സങ്കല്പിക്കേണ്ട കാര്യമില്ലെന്ന്. ഒരു പുരാണകാലം മുതൽ തന്നെ ഒരു ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ട് യജ്ഞം നടക്കുന്ന സമയത്ത്, യാഗം നടക്കുന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ആസുരിക ശക്തികൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ തട്ടിമാറ്റിയിട്ടാണ് ദൈവിക ശക്തികൾ മുന്നേറി പോകാറുള്ളത്. ഇത് എല്ലാ കാലത്തിലും ഭാരതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണെന്ന്. അത് തന്നെയാണ് മഹാമാഘത്തിലും ഇവിടെ ആവർത്തിക്കപ്പെട്ടത്. നവാമുകുന്ദന്റെ സന്നിധിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നത് കുംഭമേളയാണോ അതോ മഹാമാഘമാണോ നടന്നത്? അല്ല, മഹാമാഘമാണ് യഥാർത്ഥത്തിൽ നടന്നത്. പക്ഷെ അതിനെ നമുക്ക് കേരള കുംഭമേള എന്ന് വിളിക്കാം എന്ന് മാത്രം. കാരണം എന്താ വെച്ചെങ്കിൽ കുംഭമേളയ്ക്ക് സമാനമായിട്ടുള്ള അമൃത സ്നാനമാണ് ഈ മഹാമാഘത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇതേ മഹാമാഘം ഇതേ അർത്ഥത്തിലും വ്യാപ്തിയിലും ഇതേ പരിശുദ്ധിയിലും തന്നെയാണ് അവിടെ പ്രയാഗ്രാജിലും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് കേരള കുംഭമേള എന്ന് വിളിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. വരും വർഷങ്ങളിൽ സനാതന ധർമ്മവിശ്വാസികൾക്ക് പ്രതീക്ഷിക്കാമോ മറ്റൊരു കേരള കുംഭമേള? തീർച്ചയായിട്ടും ഇത് സമൂഹത്തിന് ആവശ്യമാണ്. കേരളം ആഗ്രഹിക്കുന്നുണ്ട്, കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും നടത്തപ്പെടേണ്ടതാണ്. എന്തായാലും അങ്ങേപോലുള്ള ഹൈന്ദവ സന്യാസിമാരും ആചാര്യന്മാരും ഗുരുപരമ്പരയും സനാതന ധർമ്മവിശ്വാസികൾക്ക് നൽകുന്നത് വലിയൊരു കരുത്ത് തന്നെയാണ്, വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്. ഒരുപാട് നന്ദി സ്വാമി, ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകരോട് സഹകരിച്ചതിന്.